നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരാടാ നീ? കുറെ നേരമല്ലോ നീ ഞങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്താ വേണ്ടേ? ആരാ നിന്നെ ഞങ്ങളുടെ പിന്നല്ലേ പറഞ്ഞു വിട്ടത്? മലയ്ക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ല കുട്ടാ. ദേവിക ഇവൻ എത്ര നേരമായിട്ട് സങ്കടപ്പെടാന്നറിയോ? ദേവിക പ്രദക്ഷിണം വെച്ച് തുടങ്ങിയപ്പോ മുതല് ഇവൻ സങ്കടപ്പെടാൻ തുടങ്ങിയതാ. ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. ഈ ക്ഷേത്രവും ചുറ്റിനുണ്ടായിരുന്ന നിങ്ങളും ഒക്കെ ഒരു പുകമറയ്ക്കുള്ളിലുള്ളതുപോലെ എനിക്ക് തോന്നിയത്. എന്റെ മനസ്സില് കുട്ടന് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു. ഇടമുറിയാതെ ഞാൻ കുട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കായിരുന്നു. എത്ര വേദന അനുഭവിച്ചിട്ടായാലും നേർച്ച പൂർത്തിയാക്കണം, അതായിരുന്നു ലക്ഷ്യം. നേർച്ച നിറവേറ്റി പുറത്തിറങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടാ എനിക്കെന്റെ മനസ്സ് തിരിച്ചു കിട്ടിയത്. അതുകൊണ്ടാ പ്രദക്ഷിണം കഴിഞ്ഞിട്ടും പെട്ടെന്ന് ആരോടും എനിക്കൊന്നും മിണ്ടാൻ കഴിയാത്തത്. അതൊന്നും സാരമില്ല മോളെ, നേർച്ച പൂർത്തിയാക്കാൻ സാധിച്ചല്ലോ, അതിനും മോളെ സമ്മതിച്ചിരിക്കുന്നു. ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഏത് പെണ്ണാണ് ഭർത്താവിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇത്രയും മനസ്സ് വയ്ക്കുന്നത്? ഈ മനസ്സ് നിനക്ക് എങ്ങനെ കിട്ടി മോളെ? എത്ര പറഞ്ഞാലും മതിയാവില്ല. ദേവിക നമ്മുടെ ഭാഗ്യം തന്നെയാ. അതൊരിക്കൽ കൂടി ദേവിക നമ്മുടെ മുന്നിൽ തെളിയിച്ചിരിക്കുക. മലകേ, കുട്ടാ, കുട്ടൻ എന്റെ എല്ലാം എല്ലാമാ, എന്റെ ജീവശ്വാസ. അതുകൊണ്ട് തന്നെ എന്റെ ജീവനേക്കാളും പ്രാധാന്യം ഞാൻ കുട്ടന് കൊടുക്കും. കുട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എത്ര മുറിവുകളും ഞാൻ സഹിക്കും. ഏത് കയ്പ് നീര് ഞാൻ കുടിക്കും. മോളെ, ഇനി അവന്റെ സങ്കടം കൂടെ നീ മാറ്റിയെടുക്കണം. ഞാനും ജാനകിയും കൂടെ ആവുന്നത്ര പറഞ്ഞിട്ടും ഇവന്റെ സങ്കടം മാറുന്നില്ല. കുട്ടൻ വിഷമിക്കരുത്. കുട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? മലകേ, മലക എന്തിനാ ഇതൊക്കെ ചെയ്തേ? എന്തിനു മുട്ടിലെഴിഞ്ഞേ? അതുകൊണ്ടല്ലേ മലകയുടെ മുട്ടൊക്കെ മുറിഞ്ഞേ? എന്റെ മുട്ട് മുറിഞ്ഞതുകൊണ്ടാണ് കുട്ടൻ വിഷമിക്കുന്നേ. ഇതൊന്നും കാര്യാക്കണ്ട കുട്ടാ. ഈ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങില്ലേ. കുട്ടൻ വിഷമിക്കരുത് കേട്ടോ. മാലാഖ ഇങ്ങനെ കഷ്ടപ്പെടണ്ട മാലാഖ. ഇതൊന്നും നമുക്ക് വേണ്ട. മാലാഖ ഇങ്ങനെ വേദനിക്കണമെങ്കിൽ കാണാൻ പോലും പറ്റൂല. മാലാഖ ഈ വേദനയൊക്കെ അനുഭവിക്കുന്നത് മോന് വേണ്ടിയിട്ടാ കുട്ടാ. മോന്റെ അസുഖം മാറാനും മോന് നല്ലത് വരാനും വേണ്ടിയാ മാലാഖ ഇത്രയും കഠിനമായി നേർച്ച നിറവേറ്റിയ. നിന്റെ മാലാഖ നടത്തിയ നേർച്ചയുടെ ഫലം നിനക്കുണ്ടാവും മോനെ. അമ്മ, മാലാഖയുടെ കാലൊക്കെ കുറെ മുറിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാലാഖ ആശുപത്രി കൊണ്ടുപോവാം. സാരമില്ല കുട്ടാ, ഞാൻ മുറിവ് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഡോക്ടറെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ. നമ്മൾ ഇവിടെ നിന്ന് വീട്ടിലെത്തുമ്പോൾ അവിടെ ഡോക്ടർ എത്തും. ദേവികയെ ഡോക്ടർ അവിടെ വെച്ച് പരിശോധിച്ച് ആവശ്യമുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്യും. അച്ഛൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഞാനത് അച്ഛനോട് പറയാൻ വരുമായിരുന്നു. ദേവിക നേർച്ച പൂർത്തിയാക്കി ഉടനെ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച വിവരം പറഞ്ഞു. മോളെ, ഈ വേദനയെ വെച്ച് നിൽക്കാൻ മോക്ക് പ്രയാസം ഉണ്ടാവും. മോള് വാ, വീട്ടിലേക്ക് പോ. അല്ല, നിങ്ങൾ ഇറങ്ങല്ലേ മഞ്ജു? അനീഷ് എവിടെ? അനീഷേട്ടനെ ഞാനും തിരക്കുന്നേ. മഞ്ജേച്ചി, അനീഷേട്ടൻ ഇപ്പോഴൊന്നും വരില്ല. അനീഷേട്ടനെ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അനീഷേട്ടൻ നേരെ വീട്ടിലേക്ക് വന്നോളൂ. പക്ഷെ അനീഷേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചി പേടിക്കണ്ട, അനീഷേട്ടൻ ഒരു പൊല്ലാപ്പിലും പോയി ചാടില്ല. ചേച്ചി ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കോളൂ. തനിച്ചു പോണ്ട, ഗോപികയും കൂടി വരും. ഗോപു, നീ മഞ്ജുചേച്ചിയെ കൊണ്ട് വിടില്ലേ? അത് സാരമില്ല ചേച്ചി, മഞ്ജു ചേച്ചി ഞാൻ കൊണ്ട് വിട്ടോളാം. അല്ല ചേച്ചി, അനീഷേട്ടൻ എവിടേക്കാ പറഞ്ഞു വിട്ടത്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. നിങ്ങൾ വീട്ടിലേക്ക് പോന്നോക്ക്. ശരി. സൂക്ഷിച്ചു.
അനീഷേട്ടൻ ഇത് എവിടേക്കാ പോയേ? ചേച്ചി നമുക്ക് പോവാം. വാ. ഡാ, ആരാടാ നീ? കുറെ നേരമല്ലോ നീ ഞങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്താ വേണ്ടേ? ആരാ നിന്നെ ഞങ്ങളുടെ പിന്നല്ലേ പറഞ്ഞു വിട്ടത്? പറയടാ. അല്ല, ഞാൻ ഈ കേസരി റോഡ് അന്വേഷിച്ച് വരുമായിരുന്നു. പെട്ടെന്ന് ഒരിടത്ത് വെച്ച് എനിക്ക് വഴിതെറ്റി. എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നപ്പോൾ പെട്ടെന്ന് ഒരാളെ മുന്നിൽ കിട്ടി. അയാളോട് ചോദിച്ചപ്പോൾ അയാളെ പറഞ്ഞത് നിങ്ങളുടെ പിന്നാലെ വന്നാൽ കൃത്യസ്ഥലത്ത് എത്തുമെന്ന്. കേസരി റോഡിൽ നിനക്ക് എവിടെയാ പോണ്ടേ? അവിടെ ഈ സെക്കൻഡ് സ്ട്രീറ്റില്. സെക്കൻഡ് സ്ട്രീറ്റിലേക്കാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിയണം. തിരിയുമ്പോൾ ആദ്യത്തെ റൈറ്റ്. ശരി, എന്നാ വിട്ടോടാ. നോക്ക്. വണ്ടി എടുത്തിട്ട് പോ. പതുക്കെ. മോള് മുറിയിലേക്ക് ചെല്ല്. ഡോക്ടർ ഇപ്പൊ വരും. പോയി റെസ്റ്റ് എടുത്തോ. ദേവിക റെസ്റ്റ് എടുക്കുമ്പോ നീ ഉപദ്രവിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ മാലാഖയെ ശല്യപ്പെടുത്തില്ല. ഈ നാടകത്തിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സിദ്ധുവിന്റെ കാര്യത്തിൽ ദേവികയ്ക്ക് മാത്രമേ ആത്മാർത്ഥതയുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.